ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ നാളെ ആരെ കാണാൻ പോകുന്നുവെന്നും ആരോടൊക്കെ സംസാരിക്കുന്നുവെന്നും എന്നെ നോക്കി എന്റെ ഭർത്താവ് എന്റെ പിന്നാലെ വരുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. ഞാൻ അങ്ങനെ വന്നിട്ടുമില്ല, ഇനി വരികയില്ല. എന്റെ നാട്ടിലൊക്കെ ആണെങ്കിൽ കുറച്ച് ബന്ധുക്കള് അവരുടെ നാട്ടിൽ ചെന്ന് ആ പെണ്ണിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും തിരക്കും. പെൺകുട്ടിയുടെ സ്വഭാവം, കുടുംബം, അച്ഛന്റെ അമ്മയുടെയും പാരമ്പര്യം, അങ്ങനെയെല്ലാം. ഇവിടിപ്പോ അങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ. അർജുൻ സാർ നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ തന്നെ എല്ലാം ഓക്കെ ആയില്ലേ? ഇനി തിരക്കിയ തന്നെ നാട്ടുകാർ പറയുമല്ലോ നീ രാജകുടുംബത്തിലെ അംഗമാണെന്ന്. ഇതിപ്പോ ഈ ഒരു മോതിരം കൊണ്ട് തന്നെ എല്ലാം നടന്നില്ലേ? ഇതിപ്പോ നിന്റെ മുഖം കണ്ട തോന്നും നീ രാജകുടുംബത്തിലെ അല്ല, അവിടുത്തെ കാര്യസ്ഥന്റെ മോളാന്ന്. നീ തുറിച്ചു നോക്കണ്ട, ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. ഇപ്പോ ഒരു കുഴപ്പമില്ല. നീ കൂടുതൽ ആലോചിച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കാതിരുന്നാ മതി. അല്ലെങ്കിൽ തന്നെ എന്ത് വന്നാലും അർജുൻ സാറ് നിന്നെ ഉപേക്ഷിക്കില്ലല്ലോ. പിന്നെന്താ, നീ എല്ലാ സംശയങ്ങളും മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് ഡിന്നറിന് പോവാൻ നോക്ക്. ചെല്ല്. ഇതിപ്പോ നിന്റെ മുഖം കണ്ട തോന്നും നീ രാജകുടുംബത്തിലെ അല്ല, അവിടുത്തെ കാര്യസ്ഥന്റെ മോളാന്ന്. സത്യം പറഞ്ഞ ഞാനും കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നു, ഒന്ന് വിളിക്കണമെന്നും കാണണമെന്നും. അറിയാലോ തിരക്കുകളൊക്കെ. ഒന്ന് വിളിക്കാൻ ഇപ്പോഴാ സമയം കിട്ടിയത്. ഉറപ്പായിട്ടും ആ, ഞാൻ നാളെ എവിടെ എത്തും. എത്ര മണിയാണ് സമയമെന്ന് ഞാൻ പിന്നീട് അറിയിക്കാം. ആ, ശരിയെന്നാ, അങ്ങനെ ആയിക്കോട്ടെ. അപ്പോ നാളെ കാണാം. നീ നാളെ എവിടെ പോകുന്ന കാര്യം ഈ പറഞ്ഞത്? ആരെ കാണാനാ? ഇതെന്താ നിങ്ങളെന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെ? എനിക്ക് ഇവിടുന്ന് എങ്ങോട്ടും പോയിക്കൂടെ? ആരെയും കണ്ടുകൂടെ? അതിനെനിക്ക് ആരുടെയെങ്കിലും അനുവാദം വേണോ? നിനക്ക് എന്ത് ചെയ്യാനും ആരുടെ അനുവാദം വേണ്ടല്ലോ. നീ കുറെ കാര്യങ്ങൾ തീരുമാനിക്കുന്നു, നീ അത് ചെയ്യുന്നു. അതറിയാലോ, പിന്നെന്തിനാ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നത്? എന്റെ കാര്യങ്ങള് ഞാൻ സ്വയം തീരുമാനിച്ചു തുടങ്ങിയത് എന്നു മുതലാണെന്ന് നന്നായിട്ട് അറിയാലോ. അതിനിയും ഞാൻ ഓർമ്മിപ്പിക്കണോ? ഞാൻ എന്തു പറഞ്ഞാലും എന്റെ വാ നീ മൂടിക്കെട്ടുന്നത് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടല്ലേ? ഇങ്ങനെ എന്തെങ്കിലും പറയാനല്ലേ നിനക്കറിയൂ? ഞാനിവിടെ ആരുടെയും കാര്യം അന്വേഷിക്കാൻ അങ്ങോട്ട് വരുന്നില്ലല്ലോ. അപ്പോ എന്റെ കാര്യങ്ങളും വേറെ ആരും അന്വേഷിച്ചു വരുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. ചോദിക്കുന്നതിനൊക്കെ ശരിയായി ഉത്തരം തന്ന ഒരു കാലമുണ്ടായിരുന്നു. അതെങ്ങനെ പോയെന്ന് കുറെ വർഷങ്ങൾക്ക് പിന്നിലോട്ട് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? ഈ വർഷത്തിനിടയിൽ എപ്പോഴെങ്കിലും നീ എന്നെ ഒരു ഭർത്താവായിട്ട് കണ്ടിട്ടുണ്ടോ? ഭർത്താവ് നിൽക്കേണ്ട സ്ഥലത്ത് തന്നെ നിന്നിരുന്നെങ്കില് ഞാനൊരു സ്നേഹമുള്ള ഭാര്യയായിട്ട് നിങ്ങളോടൊപ്പം എന്നും ഉണ്ടായേനെ. ഇവിടെ അങ്ങനെയൊന്നും അല്ലല്ലോ സ്ഥിതി. ഭർത്താവിന്റെ മാത്രം ഇഷ്ടത്തിന്, ഇളയ മകനോ അവന്റെ സ്വന്തം തോന്നിയാസത്തിന്. എന്നെ ആകെ സ്നേഹിക്കുന്നത്
ഞാൻ പറയുന്നത് കേൾക്കുന്നതും എന്റെ മൂത്ത മകൻ മാത്രമേയുള്ളൂ. അതുകൊണ്ട് തന്നെ അവന് ജീവിതത്തിൽ ഉയർച്ചകൾ മാത്രമേ വന്നിട്ടുള്ളൂ. ഞാൻ നല്ലൊരു ഭാര്യയാണെന്നും നല്ലൊരു മരുമകളാണെന്നും അതിലൊക്കെ ഉപരി നല്ലൊരു അമ്മയാണെന്നും എനിക്ക് തന്നെ നല്ല ഉറപ്പുള്ളിടത്തോളം കാലം മറ്റാരെന്തൊക്കെ പറഞ്ഞാലും എനിക്കതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഞാൻ നാളെ ആരെ കാണാൻ പോകുന്നുവെന്നും ആരോടൊക്കെ സംസാരിക്കുന്നുവെന്നും എന്നെ നോക്കി എന്റെ ഭർത്താവ് എന്റെ പിന്നാലെ വരുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. ഞാൻ അങ്ങനെ വന്നിട്ടുമില്ല, ഇനി വരികയില്ല. എന്നിൽ നിന്ന് നീ എന്തെങ്കിലും ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതറിയാൻ വേണ്ടി ചോദിച്ചതാ. നിങ്ങളിൽ നിന്ന് ഞാൻ എന്തെങ്കിലുമൊക്കെ ഒളിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ നിങ്ങളോട് എങ്ങനെ പറയും? നിങ്ങളെ ധരിപ്പിക്കേണ്ട ഒരു കാര്യമാണെങ്കിൽ അത് ഞാൻ പറയും. ഒരാളെക്കുറിച്ച് മറ്റൊരാൾ മറച്ചു വെക്കുന്ന ഒരു കാര്യം അറിഞ്ഞേ പറ്റൂ എന്ന് നിങ്ങൾ വാശി പിടിക്കരുത്. അതത്ര നല്ല സ്വഭാവമല്ല, അതും ഈ പ്രായത്തിൽ. ഞാൻ പറയുന്നതൊക്കെ ഒളിച്ചു നിന്ന് കേൾക്കാനും എന്നെ ചോദ്യം ചെയ്യാൻ വരുന്നതും എനിക്കൊട്ടും ഇഷ്ടമല്ല. ഈ പ്രായത്തിലും എന്നെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നത് തന്നെ വലിയ നാണക്കേടാണ്. മനസ്സിൽ കുറെ ഒളിപ്പിക്കാനുള്ളവർക്ക് മറ്റുള്ളവർ എന്ത് ചെയ്താലും ഇങ്ങനെ സംശയം തോന്നും. സ്വാഭാവികം. ഇപ്പോ തനിക്കെന്താ തോന്നുന്നേ? ഇപ്പോ ഈ നിമിഷം തന്റെ മനസ്സിൽ എന്താണുള്ളത്? പറയട്ടെ. പറ. വെളുക്കും വരെ ദേ ഇങ്ങനെ ഈ മുഖം നോക്കിയിരിക്കാൻ. ഈ രസം ഈ ലോകത്ത് എവിടെയും എനിക്ക് കിട്ടില്ല.